ദിനേശ് പെരുമണ്ണ ഇപ്പോൾ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നിരന്തരം കാര്യങ്ങൾ കണ്ടെത്തുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഈ കേസിനെ എങ്ങനെയാണ് കാണുന്നത്? ഫയൽ പരിശോധിച്ച ശേഷമാണ് സ്വാഭാവികമായും ഡോക്ടർ ഓപ്പറേഷനിലേക്ക് കടക്കുക. അങ്ങനെ ഫയൽ പരിശോധിച്ച നഴ്സുമാരാണ് ഡോക്ടർക്ക് കാര്യങ്ങൾ വിശദീകരിക്കുന്നത് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ കുട്ടി കരഞ്ഞപ്പോൾ കുട്ടിയുടെ നാവിന് പ്രശ്നമുണ്ട് എന്ന് ബോധ്യപ്പെടുകയും ആ പ്രശ്നം അങ്ങ് പരിഹരിക്കുകയും ചെയ്തു. ഇതാണ് ഡോക്ടറുടെ കാര്യത്തിൽ സൂപ്രണ്ട് ആദ്യം വിശദീകരിച്ചത്. വാർത്ത വിവാദമാവുകയും അവിടെ പ്രതിഷേധമുണ്ടാവുകയും ഒക്കെ ചെയ്തതിനു ശേഷമാണല്ലോ ഒരു നടപടിയിലേക്ക്, സസ്പെൻഷനിലേക്ക് കടന്നിരിക്കുന്നത്. ഈ സംഭവം ഞെട്ടിക്കുന്നതാണ്. 5 വിരൽ ആണ് മനുഷ്യനുള്ളത്, ഒന്ന് ആറാമത് ഈ കുട്ടിക്കുണ്ട്. ആ വിരലിൻ്റെ സർജറി ചെയ്യുന്നതിന് വേണ്ടിയാണ് പോയത്. ആ ആറാമത് വിരലിന് പകരം 5ാമത് വിരലിൽ സർജറി ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാം. ഈ നാക്കിനടിയിൽ സർജറി ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ ഡോക്ടർ ഏത് ഫയൽ പഠിച്ചിട്ടാണ് ഈ സർജറി ചെയ്തത്? ഡോക്ടർ ഫയൽ പഠിച്ചിട്ട് തന്നെയാണ് സർജറി ചെയ്യുന്നത്. ഡോക്ടറാണല്ലോ ഈ സർജറി നിർദ്ദേശിക്കുന്നത്. അപ്പോൾ ഡോക്ടർ ഈ ഫയൽ പഠിച്ചില്ല, ഫയൽ കണ്ടില്ല എന്നൊന്നും പറയുന്നതിൽ യാതൊരു ന്യായീകരണവുമില്ല. ഇവിടെ പീഡിയാട്രിക് ഡോക്ടർ എന്ന് പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞു ഇത് മാതൃകാപരമായ ശിക്ഷ ലഭിക്കപ്പെടണം. ഇത് കൃത്യമായിട്ടും മെഡിക്കൽ കോളേജിൽ നടന്നിട്ടുള്ള നെഗ്ലിജൻസുകളിൽ ഒന്നാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇത് അപൂർവങ്ങളിൽ അപൂർവമായി സംഭവിക്കുന്നതാണ്. ഇപ്പോൾ കാലിൻ്റെ ഇടതുകാല് വലതുകാലാകും, പക്ഷേ ഈ അവയവത്തിന് പകരമായിട്ട് മറ്റൊരു അവയവത്തിന് ശസ്ത്രക്രിയ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ പോലെയുള്ള ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ തസ്തികയിൽ നിൽക്കുന്ന ഒരു ഡോക്ടർ, സീനിയർ ഡോക്ടർ, അദ്ദേഹത്തിൽ നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിച്ചേരുന്ന പല രോഗങ്ങളുള്ള ആളുകളും ഉണ്ടാകും. ഇപ്പോൾ ആർട്ട് പ്രശ്നവുമായി എത്തിച്ചേരുന്ന രോഗിക്ക് ചിലപ്പോൾ കിഡ്നിക്ക് തകരാറുണ്ടാകും. അപ്പോൾ ആർട്ടിൻ്റെ ഓപ്പറേഷന് വിധേയനാക്കിയ രോഗിക്ക് ആ ചികിത്സക്ക് പകരം കിഡ്നിക്കാണോ ചികിത്സിക്കേണ്ടത്? ഇനി അങ്ങനെയാണെങ്കിൽ കുട്ടി കരഞ്ഞു, കുട്ടിയുടെ നാവിന് തകരാറുണ്ടായിരുന്നു, അതുകൊണ്ട് അത് അങ്ങനെയാണെങ്കിൽ അത് ഈ രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തണ്ടേ? ഞാൻ ആ കുട്ടിയെ പോയി ആശുപത്രിയിലെ 34ാം വാർഡിൽ പീഡിയാട്രിക് സർജറി വാർഡിൽ പോയി കണ്ടു. ആ കുട്ടിക്ക് അപ്പോൾ സംസാരിക്കാൻ പറ്റുന്നില്ല. രക്ഷിതാക്കൾ പറയുന്നു, ഉമ്മ പറയുന്നു ഞങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല, ഉപ്പ പറയുന്നു ഞങ്ങളോട് ചോദിച്ചിട്ടില്ല. ഉപ്പയുമായി ഞാൻ നേരത്തെ സംസാരിച്ചു, അദ്ദേഹം പറയുന്ന 6 മണിക്ക് വാർഡിൽ കൊണ്ടുപോയിട്ട് അവിടെ ആക്കിയതാണ്, സർജറി നാവിനാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത് ബാക്കിയുള്ള ആളുകൾ. അപ്പം നാവിന് ചെയ്തതിന് ശേഷമാണ്, ഇത് കണ്ടെത്തിയതിന് ശേഷം ഇത് പ്രശ്നമായപ്പോഴാണ് പിന്നെ വിരലിന് സർജറി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് മെഡിക്കൽ കോളേജിൽ നിന്നാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ തുടരുകയാണ് ഇത്തരം സംഭവങ്ങൾ. ഈ കുട്ടിയുടെ നാവിന് ഒരു പ്രശ്നമുള്ളതായി അവരുടെ മാതാപിതാക്കൾക്ക് തോന്നിയിട്ടുണ്ടോ ദിനേശ് പെരുമണ്ണ? അവരോട് സംസാരിച്ചത് എന്താണ് മനസ്സിലാക്കാനാകുന്നത്? ഇല്ല, ഞാൻ സംസാരിച്ചപ്പോൾ അവരുടെ ഉമ്മ പറഞ്ഞത് ഈ കുട്ടിക്ക് ഇതുവരെ അങ്ങനെ നാവിനടിയിലായിട്ട് ഒരു പ്രശ്നമുള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല എന്നാണ്. എന്ന് പറയുന്നത് ചെറിയൊരു പ്രശ്നമാണ്. സംസാരിക്കുമ്പോൾ വ്യക്തത കുറവ് എന്നതാണ് ആ പ്രശ്നം. അത് ചെറിയൊരു ശസ്ത്രക്രിയ തന്നെയാണ് അതിൽ നടത്തുക. അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് തന്നെയാണ് ഇവർ ഉറപ്പിക്കുന്നത്. ഇതുവരെ ആ കുട്ടിക്ക് അങ്ങനെ സംസാരിക്കുന്നതിൽ വ്യക്തത കുറവോ മറ്റൊന്നോ ഇല്ല എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിൻ്റെ ചികിത്സ തേടി പോകുമായിരുന്നല്ലോ അവർ. ആ കുട്ടിക്ക് അതില്ല എന്ന് തന്നെയാണ് ആശുപത്രിയിൽ വെച്ച് ഞങ്ങളെ കണ്ടപ്പോൾ ആ കുട്ടിയുടെ ഉമ്മ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇപ്പം ന്യായീകരണത്തിന് വേണ്ടി ആ കുട്ടിക്ക് അത് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത്, ഇത് സത്യത്തിൽ ഇത് ആൾ മാറിപ്പോയതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഈ കുട്ടി 6 വിരലുള്ള കുട്ടി, ആ 6 വിരലുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള സർജറിക്ക് ചെന്നാൽ അതിൻ്റെ ഫയലും ആ കുട്ടിക്കും ഓപ്പറേഷനും മാർക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അത് പരിശോധിച്ചല്ലേ ചെയ്യേണ്ടത്. ഇപ്പോൾ ആൾ മാറിപ്പോയി മാപ്പ് പറയുന്നു എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എങ്ങനെ ഈ ഓപ്പറേഷൻ തിയേറ്ററിനകത്തേക്ക് രോഗികൾക്ക് പോകാൻ കഴിയും? ഇതിലിപ്പോൾ ഈ സാധാരണക്കാർ പാവങ്ങൾ ആശ്രയിക്കുന്ന സംവിധാനമാണല്ലോ മെഡിക്കൽ കോളേജ് ആശുപത്രി എന്ന് പറയുന്നത്. അപ്പോൾ പാവങ്ങൾക്ക് ഇതൊക്കെ മതി എന്നൊരു നിലപാട്, എന്നൊരു രീതി പൊതുവെ ഡോക്ടർമാർക്കുണ്ടോ? എല്ലാ ഡോക്ടർമാരെയും നമ്മൾ ആക്ഷേപിക്കാനും തയ്യാറല്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലെയുള്ള ഏറ്റവും ഉയർന്ന നിലവാരം പുലർത്തുന്ന മെഡിക്കൽ കോളേജിൽ ഏറ്റവും നല്ല പ്രഗത്ഭരായ ഡോക്ടർമാരുണ്ട്. ഈ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലുണ്ട്.
അവിടെ MCHലുണ്ട്, സൂപ്പർ സ്പെഷ്യാലിറ്റിയിലുണ്ട്. എനിക്കറിയാവുന്നതാണ്, ഞങ്ങൾ കാണുന്നതാണ്, അനുഭവിക്കുന്നവരാണ്. പക്ഷേ ഇവിടെ ഇത്തരം ചില ഡോക്ടർമാരുണ്ട്. ഇത്തരം ചില ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരുടെ കൈകളിൽ നിന്നും വരുന്ന ഈ വീഴ്ച മൂലം ജീവിതമാണ് ഇവിടെ തകരുന്നത്. ഹർഷിന എന്ന് പറയുന്ന സഹോദരിയുടെ വയറ്റിലകപ്പെട്ട കത്രിക 5 വർഷമാണ് അവർ പേറി നടന്നത്. അവർക്ക് വേണ്ടി ആ സമരത്തിന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ മുന്നിൽ നേതൃത്വം കൊടുക്കുമ്പോൾ 104 ദിവസവും ഞങ്ങൾ പറഞ്ഞത് ഇനിയൊരു ഹർഷിനക്ക് ഈ അനുഭവം ഉണ്ടാകരുത്, ഇനിയൊരു പാവപ്പെട്ട രോഗിക്ക് ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവരുത് എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അന്ന് ഞങ്ങൾ ഒന്ന് ആവശ്യപ്പെട്ടു, ഇവിടെ ഡോക്ടർമാർക്ക് സംരക്ഷണം ലഭിക്കപ്പെടണം, ആരോഗ്യ പ്രവർത്തകർക്ക് സംരക്ഷണം ലഭിക്കപ്പെടണം, അതുപോലെ രോഗികൾക്കും ഇവിടെ സംരക്ഷണം ലഭിക്കപ്പെടണം. ആ നിയമം ഇല്ല. നിയമം ഇപ്പോൾ ഡോക്ടർമാർക്ക് വേണ്ടി മറ്റാരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടിയാണുള്ളത്. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്തവരാണ്. പക്ഷേ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടേ? ഇതുപോലെയുള്ള മെഡിക്കൽ നെഗ്ലിജൻസുകൾ ആവർത്തിക്കുമ്പോൾ ഇവിടെ രോഗികൾക്കും സംരക്ഷണം കിട്ടാവുന്ന നിയമം കൊണ്ടുവരേണ്ടത്. അന്ന് ഹർഷിനക്ക് ഇതുണ്ടായപ്പോൾ എന്താ നടന്നത്? ആരോഗ്യ വകുപ്പ് നിയോഗിച്ച മെഡിക്കൽ ബോർഡുകൾ, 2 വിദഗ്ധ ടീമുകൾ അത് അന്വേഷിച്ച് തള്ളിക്കളയുകയാണ്. ഇങ്ങനെ മെഡിക്കൽ കോളേജിൽ നിന്ന് സംഭവിച്ചിട്ടില്ല. പിന്നെ പോലീസിൻ്റെ നേതൃത്വത്തിൽ അന്വേഷിക്കുകയും ആ അന്വേഷണത്തിലേക്ക് പോലീസിനെ കൊണ്ടുവരാനുള്ള ഞങ്ങളുടെ ജനകീയ പോരാട്ടത്തിലൂടെ ഹർഷിന നടത്തിയ സമരത്തിലൂടെ സാധ്യമായതുകൊണ്ടാണ് ഞങ്ങൾക്ക് പോലീസിൻ്റെ ആ റിപ്പോർട്ട് പുറത്തു വന്നത്. എന്നിട്ടും ആ റിപ്പോർട്ട് മെഡിക്കൽ ബോർഡിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടു സർക്കാർ. കോഴിക്കോട് DMOയുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ ബോർഡ്, ആ മെഡിക്കൽ ബോർഡ് അത് അട്ടിമറിക്കുന്നതല്ലേ ഉണ്ടായത്. അവിടെയും ഞങ്ങൾക്ക് സമരം ചെയ്യേണ്ടി വന്നില്ലേ? തെരുവിൽ കിടന്ന് സമരം ചെയ്താലേ ഇത്തരം പാവപ്പെട്ടവർക്ക് നീതി ലഭിക്കുകയുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നതിന് ഇത്തരം ആളുകൾക്ക് പ്രേരണയേകുകയാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.